നമ്മൾ ഇത്ര നേരം നോക്കിയത് ആൽഡിഹൈഡ്സും കീറ്റോൺസും രണ്ടും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് നോക്കാം. ആദ്യത്തെയാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്സ് മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെയാണ് റോസൻമണ്ട് റിഡക്ഷൻ. ഒരു നെയിംഡ് റിയാക്ഷൻ ആണ് റോസൻമണ്ട് റിഡക്ഷൻ. അപ്പം ഇതിൽ ആൽഡിഹൈഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ആസിഡ് ക്ലോറൈഡിൽ നിന്നാണ്. ആസിഡ് ക്ലോറൈഡ്സിൻ്റെ പാർഷ്യൽ റിഡക്ഷൻ വഴി ആൽഡിഹൈഡ് ഫോം ചെയ്യും. ആസിഡ് ക്ലോറൈഡ്സിൻ്റെ റിഡക്ഷൻ വഴിയാണ് ആൽഡിഹൈഡ്സ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആസിഡ് ക്ലോറൈഡ് കംപ്ലീറ്റ് ആയിട്ട് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിഡക്ഷൻ നടത്താൻ പാടില്ല, പാർഷ്യൽ റിഡക്ഷൻ ആണ്. അപ്പോൾ പാർഷ്യൽ റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്. ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്താണ്? പലേഡിയം സപ്പോർട്ടഡ് വിത്ത് ബേരിയം സൾഫേറ്റ്. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആണ് ലിൻഡ്ലാർ കാറ്റലിസ്റ്റ്. ഇതിനെ നമ്മൾ കുറച്ച് സൾഫർ വെച്ചിട്ട് പോയ്സൺ ചെയ്യുന്നുണ്ട്. പോയ്സൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് റിഡക്ഷൻ നടക്കേണ്ട, പാർഷ്യൽ റിഡക്ഷൻ നടന്നാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ലിൻഡ്ലാർ കാറ്റലിസ്റ്റ്. അപ്പോൾ ലിൻഡ്ലാർ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ആസിഡ് ക്ലോറൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആസിഡ് ഹാലൈഡുകളെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്സ് കിട്ടും. അതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ആരോയിൽ ഒന്നില്ലെങ്കിൽ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്ന് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലേഡിയം സപ്പോർട്ടഡ് വിത്ത് ബേരിയം സൾഫേറ്റ് PD/BaSO4 എന്ന് തന്നിട്ടുണ്ടാവും. റിഡക്ഷൻ ആണ്, ഹൈഡ്രജൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പം ഇതൊക്കെ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ സൾഫർ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും പലേഡിയം സപ്പോർട്ടഡ് വിത്ത് ഈ PD/BaSO4 അല്ലെങ്കിൽ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ റോസൻമണ്ട് റിഡക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആസിഡ് ക്ലോറൈഡുകളെ പാർഷ്യൽ റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് ഗീവ്സ് ആൽഡിഹൈഡ്. ഇനി അതിൻ്റെ ഒരു റിയാക്ഷൻ നോക്കാം. ആസിഡ് ക്ലോറൈഡ് ആണ് RC≡OCl. ഇത് റിഡക്ഷൻ നടക്കുകയാണ് അല്ലേ. ഹൈഡ്രജൻ കൊടുത്തു, എന്താ ചെയ്യുക? ഇതിലത്തെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും, HCl എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പോൾ എന്താ കോമ്പൗണ്ട് ഫോം ചെയ്യുക? RC≡OH. ഇവിടേക്ക് Cl മാറിയിട്ട് അവിടേക്ക് ഹൈഡ്രജൻ വന്നു. ആ ഹൈഡ്രജനും ഇതിലത്തെ ഒരു ഹൈഡ്രജനും കൂടിയിട്ട് HCl എലിമിനേറ്റ് ചെയ്തു പോയി. ഇവിടെ ആരോയിൽ PD/BaSO4 എന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അല്ലെങ്കിലോ വെറും റിഡക്ഷൻ എന്ന് മാത്രമാണ് കാണിച്ചു വെച്ചാൽ ആസിഡ് ക്ലോറൈഡ് കംപ്ലീറ്റ് ആയിട്ട് റിഡക്ഷൻ നടന്നിട്ട് ആൽക്കഹോൾ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ പാർഷ്യൽ റിഡക്ഷൻ ആണ് അല്ലെങ്കിൽ റോസൻമണ്ട് റിഡക്ഷൻ ആണ് എന്നുള്ളത് ഈ ആരോയിൽ ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ നെയിം ഇല്ലേ എന്ന് നോക്കണം. PD/BaSO4 എന്ന് തന്നിട്ടില്ലേ എന്ന് പ്രത്യേകം നോക്കണം. ഓക്കെ, ഇനി ഇൻ കേസ് ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മളിവിടെ സൾഫർ വെച്ചിട്ട് പോയ്സൺ ചെയ്യും. ഈ സൾഫർ എന്നുള്ളത് ചില ടെസ്റ്റുകളിലൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈ സൾഫർ എന്നുള്ളത് ചില കേസിൽ തരാം, ആരോയിൽ തരാം. ഇല്ലെങ്കിലും PD/BaSO4 എന്ന ആരോയിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുണ്ടെങ്കിൽ പാർഷ്യൽ റിഡക്ഷൻ ആണ്, ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഇല്ല വെറും റിഡക്ഷൻ മാത്രമാണ്, ഈ ഒരു പോയിന്റ് അവിടെ തരണില്ല, വെറും റിഡക്ഷൻ മാത്രമാണെങ്കിൽ ആൽക്കഹോൾ ഫോം ചെയ്യും. അതും ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. CH3 C≡OCl അസറ്റൈൽ ക്ലോറൈഡ്. ഇത് ഇതേപോലെ H2 PD/BaSO4. ചില കേസിൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഇട്ടിട്ട് സൾഫർ എന്ന് തന്നിട്ടുണ്ടാവും. അത് പോയ്സൺഡ് വിത്ത് സൾഫർ എന്നാണ് അർത്ഥം. ഇനി ഇത് തന്നില്ലെങ്കിലും PD/BaSO4 തന്നിട്ടുണ്ടാവും. അപ്പം എന്താ വേണ്ടത്? ഇവിടുത്തെ ഈ ക്ലോറൈഡ് മാറിയിട്ട് അവിടേക്ക് ഹൈഡ്രജൻ വരും. അപ്പം എന്താ നമ്മുടെ പ്രോഡക്റ്റ്? CH3 C≡OH അസറ്റാൽഡിഹൈഡ് ഫോം ചെയ്യും, HCl എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് റോസൻമണ്ട് റിഡക്ഷൻ. ആസിഡ് ക്ലോറൈഡ്സിനെ ആൽഡിഹൈഡ് ആക്കിയിട്ട് മാറ്റാനുള്ള ഒരു മെത്തേഡാണ് റോസൻമണ്ട് റിഡക്ഷൻ. അവിടെ പാർഷ്യൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ആസിഡ് ക്ലോറൈഡുകളെ പാർഷ്യലായിട്ട് റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ആൽഡിഹൈഡ്സ് ഫോം ചെയ്യിക്കുക ഇൻ പ്രസൻസ് ഓഫ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്. ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇനി ലിൻഡ്ലാർ കാറ്റലിസ്റ്റ് എന്താണ്? പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആണ് ലിൻഡ്ലാർ കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പാർഷ്യൽ റിഡക്ഷൻ നടക്കും, ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. വേറെ ഒന്നുമില്ല. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കണേന്ന് വിചാരിക്കുക. C≡OCl ബെൻസോയിൽ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇതും അതേപോലെ
പലേഡിയം സപ്പോർട്ടഡ് വിത്ത് ബേരിയം സൾഫേറ്റ് ലിൻലാസ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടന്നാൽ എന്താ ഫോം ചെയ്യുക? ഈ പറഞ്ഞ പോലെ COOH ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രം ആസിഡ് ക്ലോറൈഡ്. നമ്മളിവിടെ ആൽഡിഹൈഡ് മാത്രമാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ആൽഡിഹൈഡ്സിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ആദ്യത്തെയാണ് റോസൻമണ്ട് റിഡക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം ആസിഡ് ക്ലോറൈഡ് ടു ആൽഡിഹൈഡ്. ഇനി റോസൻമണ്ട് റിഡക്ഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. ഫോർമാൽഡിഹൈഡ് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർമാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഫോർമാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ HCOOCl എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് വേണം നമുക്ക് എടുക്കാൻ. കറസ്പോണ്ടിങ് ആസിഡ് ക്ലോറൈഡ് വേണമല്ലോ എടുക്കാൻ. അപ്പോൾ HCOOCl എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ കോമ്പൗണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഈ കോമ്പൗണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതായത് മെഥനോയിൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഈ ഒരു റിയാക്ഷൻ ഒരിക്കലും നടക്കില്ല. അതായത് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ HCOOH എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് Cl പോയിട്ട് അവിടേക്ക് ഹൈഡ്രജൻ, ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ഫോം ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റോസൻമണ്ട് റിഡക്ഷൻ കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ്. എന്തുകൊണ്ടാണ് ഫോർമാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ റോസൻമണ്ട് റിഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത്? ഇവിടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് മെഥനോയിൽ ക്ലോറൈഡ് HCOOCl എന്ന് പറയുന്ന ഈ ഒരു മെഥനോയിൽ ക്ലോറൈഡ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഫോർമാൽഡിഹൈഡ് ഒരിക്കലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ബാക്കി എല്ലാ ആൽഡിഹൈഡ്സിനെയും കറസ്പോണ്ടിങ് ആസിഡ് ക്ലോറൈഡിന്റെ പാർഷ്യൽ റിഡക്ഷൻ യൂസിങ് ലിൻലാസ് കാറ്റലിസ്റ്റ്, അതായത് ലിൻലാസ് കാറ്റലിസ്റ്റ് വെച്ചിട്ട് എല്ലാ ആസിഡ് ക്ലോറൈഡും പാർഷ്യൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സ് ഫോം ചെയ്യും. ആ റിയാക്ഷനാണ് റോസൻമണ്ട് റിഡക്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ്, ഫോർമാൽഡിഹൈഡ് റോസൻമണ്ട് റിഡക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മെഥനോയിൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യുക ഇമ്പോസിബിൾ ആണ്.